നമസ്കാരം, ഞാൻ ഷംസുദ്ദീൻ കുന്നത്ത്. മനുഷ്യനൊരു സാമൂഹ്യ ജീവിയാണ്. ജീവിതത്തിന്റെ മഹാഭൂരിപക്ഷം സമയവും നാം മറ്റുള്ളവരുമായിട്ടാണ് ഇടപഴകിക്കൊണ്ടാണ് നാം ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുമായി സംവദിക്കുക, മറ്റുള്ളവരുമായി എഫക്റ്റീവായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നത് നാം ഏതു മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളാണെങ്കിലും നമുക്ക് ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒന്നാണ്. നല്ല അറിവുള്ള ഒരാള്, നല്ല ഭാഷാ പ്രാവീണ്യമുള്ള ഒരാള് നല്ല ഒരു കമ്മ്യൂണിക്കേറ്റർ ആയിക്കൊള്ളണമെന്നില്ല. കമ്മ്യൂണിക്കേഷൻ എന്നത് ഒരു ആർട്ടാണ്, ഒരു കലയാണ്. ആ കലയെ നാം വികസിപ്പിച്ചെടുക്കേണ്ടതുണ്ട്. അതൊരു സ്കില്ലാണ്. ആ സ്കില്ലിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരേണ്ടതുണ്ട്. ഭാഷകളും നല്ല പ്രാവീണ്യവും അറിവും ഒക്കെയുള്ള എത്രയോ ആളുകൾക്ക് ഒരാളുടെ മുന്നിൽ ആ വിഷയത്തെ അവതരിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥകൾ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് ഇഫക്റ്റീവ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എന്നത്, മീനിങ്ഫുൾ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എന്ന ആ ഒരു സ്കില്ല് നാം സ്വായത്തമാക്കേണ്ടതുണ്ട്. അതിനെ കൂടുതൽ മിനുക്കിയെടുക്കേണ്ടതുണ്ട്. അതിന് സഹായിക്കുന്ന രീതിയിലുള്ള 2-3 കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നാം ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ ഒന്നാമത്തെ കാര്യം, ഷോ റെസ്പെക്ട് ആൻഡ് അപ്രിസിയേഷൻ. നാം സംസാരിക്കുന്ന ആളുകളെ കൃത്യമായി ബഹുമാനിക്കുകയും അവരോട് ബഹുമാനപൂർവം നിലകൊള്ളുകയും, ഒരുപക്ഷെ അവർ നമ്മളെക്കാൾ പ്രായം കുറഞ്ഞവരോ നമ്മുടെ കീഴ് ജീവനക്കാരോ ഒക്കെ ആയിരിക്കാമെങ്കിലും അവരെ കൃത്യമായ രീതിയിൽ ബഹുമാന സൂചകമായ പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നാം അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അത് വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനായി മാറും. അതുപോലെ അവർ പറയുന്ന കാര്യങ്ങളെ, അവർ പറയുന്ന ഐഡിയകളെ, അവരുടെ അഭിപ്രായങ്ങളെ അഭിനന്ദിക്കുക, അനുമോദിക്കുക. ഇങ്ങനെ നാം അവരെ ബഹുമാനിക്കുകയും അപ്രിഷിയേറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തുകൊണ്ടുള്ള നമ്മുടെ കമ്മ്യൂണിക്കേഷൻ, നമ്മുടെ സംവാദനം വളരെയധികം ഗുണം ചെയ്യും. നാം ഏത് ലക്ഷ്യത്തിലേക്കാണോ ആ സംസാരം നടത്തുന്നത്, ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ നമ്മളെ സഹായിക്കും. ഒരാളെ നാം അംഗീകരിക്കുന്നു, ബഹുമാനിക്കുന്നു, സ്നേഹിക്കുന്നു, ഇഷ്ടപ്പെടുന്നു എന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി അവരുടെ പേര് വിളിച്ചുകൊണ്ട് അഭിസംബോധനം ചെയ്യുക എന്നത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് എന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട ഒന്നാണ്. നമ്മുടെ പേരിനെ ഇഷ്ടപ്പെടാത്തവർ, നമുക്ക് ഏറ്റവും ഇഷ്ടം നമ്മളോടാണ്, നമ്മുടെ പേരിനോടാണ്. അതിനെ മറ്റൊരാൾ ഇഷ്ടപ്പെടുന്നു എന്ന് മനസ്സിലാക്കുന്ന സമയത്ത് ആ വ്യക്തിയോട് കൂടി നമുക്ക് ഇഷ്ടം തോന്നാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. അതേ മെത്തേഡ് തന്നെയാണ് ഇവിടെ. നാം ഒരാളെ അഭിസംബോധനം ചെയ്യുമ്പോൾ ഹായ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ പേര് കൂടി അതിൻ്റെ കൂടെ നാം ഉൾപ്പെടുത്തുക. അദ്ദേഹം പറയുന്ന കാര്യങ്ങളോട് നമുക്ക് വിയോജിപ്പുണ്ട് എങ്കിൽ പോലും അതിനെ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും അതിനെ അഭിനന്ദിക്കുകയും അനുമോദിക്കുകയും ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ വിയോജിപ്പിനെ നമുക്ക് മാന്യമായ രീതിയിൽ ബഹുമാനത്തോടെ അദ്ദേഹത്തെ അറിയിക്കാനും കഴിയും. കമ്മ്യൂണിക്കേഷനെ മനോഹരമാക്കാൻ, ഇഫക്റ്റീവ് ആക്കാൻ, മീൻഫുൾ ആക്കാൻ സഹായിക്കുന്ന രണ്ടാമത്തെ ഒന്നാണ് ലിസൺ ആക്റ്റീവ്ലി. നാം കൃത്യമായി നമ്മളോട് ഒരു കാര്യം പറയുന്ന ഒരാളോട്, നാം കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന ആളെ കൃത്യമായി നാം ഇഫക്റ്റീവായ രീതിയിൽ ആക്റ്റീവായിട്ടുള്ള കേൾവിക്കാരനാകുക. ഒരാൾ ഒരു കാര്യം പറയുമ്പോൾ നാം അത് കേൾക്കുന്നുണ്ട് എങ്കിൽ പോലും അതിന് കൃത്യമായിട്ടുള്ള ആക്റ്റീവായി കേൾക്കുന്നില്ല എങ്കിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടും നമ്മൾ മറ്റു ജോലികളിൽ വ്യാപൃതരായിക്കൊണ്ടുമൊക്കെ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ബോധ്യപ്പെടും, എന്നിൽ താല്പര്യമില്ല, എൻ്റെ ഐഡിയയിൽ താല്പര്യമില്ല, ഞാൻ പറയുന്നത് കേൾക്കാൻ ഇദ്ദേഹത്തിന് താല്പര്യമില്ല. അദ്ദേഹത്തിന്റെ സംസാരത്തോട് താല്പര്യമില്ലാത്ത ഒരാൾക്ക് അദ്ദേഹത്തോടും താല്പര്യമുണ്ടാകുകയില്ല എന്ന ഒരു ബോധം അദ്ദേഹത്തിന്റെ മനസ്സിൽ സൃഷ്ടിക്കുകയും ആ കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന ആളുമായിട്ടുള്ള ആ ഒരു ബന്ധം അവിടെ വിച്ഛേദിക്കപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് ആക്റ്റീവായി കൊണ്ട് നാം കേൾക്കുക. ഇത് ടെലിഫോണിൽ സംസാരിക്കുമ്പോഴും നാം ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. ടെലിഫോണിലാണ് അദ്ദേഹം നമ്മുടെ മുന്നിലില്ല എങ്കിൽ നാം സംസാരിച്ചുകൊണ്ട് നമ്മുടെ മറ്റു ജോലികളിൽ വ്യാപൃതരാകുന്നതിന് പകരം അതിനെ കൃത്യമായി കേൾക്കുകയും, ചില ആളുകൾ നമുക്കറിയാം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ലൗഡ് സ്പീക്കറിലിട്ട് ബാക്കി അദ്ദേഹത്തിന്റെ വാട്സപ്പ് മെസ്സേജിലും മറ്റു സോഷ്യൽ മീഡിയയിലും ഒക്കെ ശ്രദ്ധിക്കുകയും അദ്ദേഹത്തിന് ആവശ്യമുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും ഒക്കെ ചെയ്യും. ആ സമയത്ത് അദ്ദേഹം പറയുന്ന യഥാർത്ഥ മീനിങ്ങും യഥാർത്ഥ കാര്യങ്ങളും നമുക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് നമ്മളോട് ഒരാൾ സംസാരിക്കുമ്പോൾ കൃത്യമായി ആക്റ്റീവ് ആയിക്കൊണ്ട്, ഫുൾ ഫോക്കസ്ഡ് ആയിക്കൊണ്ട് നാം ആ വാക്കുകളിലേക്കും അദ്ദേഹം പറയുന്ന വിഷയങ്ങളിലേക്കും നാം ശ്രദ്ധിക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് അദ്ദേഹത്തോട് തിരിച്ചു സംസാരിക്കാൻ കഴിയുകയുള്ളൂ.
ഇഫക്റ്റീവായ കമ്മ്യൂണിക്കേഷനെ സഹായിക്കുന്ന മൂന്നാമത്തെ കാര്യം എന്നത് ആസ്ക് ക്വസ്റ്റ്യൻസ് ആൻഡ് പാരാഫ്രൈസസ്. നമ്മളോടൊരാൾ ഒരു വിഷയം സംസാരിക്കുമ്പോൾ ആ വിഷയത്തിലേക്ക് നാം കൃത്യമായി ശ്രദ്ധിക്കുകയും അദ്ദേഹത്തെ കൂടി അത് ബോധ്യപ്പെടുത്തുകയും വേണം. അതിനെ സഹായിക്കുന്ന ഒന്നാണ് അദ്ദേഹം പറയുന്ന വിഷയങ്ങളെ കുറിച്ച് ചെറിയ ചെറിയ ചോദ്യങ്ങൾ ചോദിക്കുകയും ആ ചോദ്യങ്ങളിലൂടെ നാം അദ്ദേഹത്തിന്റെ സംസാരം ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് അദ്ദേഹത്തിന് ബോധ്യം വരികയും അദ്ദേഹത്തിന് കൂടുതൽ സംസാരിക്കാനുള്ള ഒരു പ്രചോദനം വരികയും ചെയ്യും. അങ്ങനെ അദ്ദേഹം കൂടുതൽ സംസാരിക്കാനുള്ള ഒരു മൂഡിലേക്ക് വരികയും അതിലൂടെ നമുക്കും അദ്ദേഹത്തോട് കാര്യങ്ങൾ പറയാനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യും. അദ്ദേഹം ഒരു വിഷയം പറയുമ്പോൾ അദ്ദേഹം ഉപയോഗിച്ച വാക്കുകൾക്ക് പകരമായി മറ്റു വാക്കുകൾ നാം ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തെ കൂടുതൽ പ്രചോദിപ്പിക്കുകയും ഒക്കെ ചെയ്യുകയാണ് എങ്കിൽ നമ്മുടെ കമ്മ്യൂണിക്കേഷനും വളരെ ഇഫക്റ്റീവായി മാറും. നാലാമത്തെ കാര്യം മേക്ക് ഐ കോണ്ടാക്ട് എന്നതാണ്. നമ്മൾ എല്ലാ വീഡിയോസിലും കമ്മ്യൂണിക്കേഷന്റെയും പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന്റെയും ഒക്കെ വീഡിയോസിലെല്ലാം നാം പറയാറുള്ളത് ഒരു വ്യക്തിയോട് നാം സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണുകളിലേക്ക് നോക്കി സംസാരിക്കുക, മുഖത്ത് നോക്കി സംസാരിക്കണമെന്ന് നമ്മൾ പറയാറില്ല. അദ്ദേഹത്തിന്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി സംസാരിക്കുമ്പോൾ നാം ഒരു കോൺഫിഡന്റ് പേഴ്സണാലിറ്റിയാണ് എന്നും നാം നല്ല ആത്മവിശ്വാസമുള്ള ഒരു വ്യക്തിയാണ് എന്ന ഒരു ബോധം അദ്ദേഹത്തിൽ സൃഷ്ടിക്കുകയും അതോടൊപ്പം അദ്ദേഹം പറയുന്നതിനെ നാം ഗൗരവകരമായ രീതിയിൽ വീക്ഷിക്കുന്നു, ശ്രദ്ധിക്കുന്നു, അദ്ദേഹത്തോട് നല്ല ഒരു ബന്ധമാണുള്ളത് എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെടുകയും ചെയ്യും. അങ്ങനെ നാം സംസാരിക്കുമ്പോൾ ഒരു കാര്യം പറയുമ്പോൾ ആളുകളുടെ കണ്ണിലേക്ക് തന്നെ നോക്കി പറയുക. ഇങ്ങനെ പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്, കണ്ണിലേക്ക് തുറിച്ചു നോക്കുക എന്നതല്ല, അത് നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കുക. നമ്മളോട് സംസാരിക്കുന്ന ഒരു ബോറായിട്ട് സംസാരിക്കുന്ന ആളുകളുടെ സംസാരം നിർത്തുന്നതിന് വേണ്ടി നാം ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് അവരുടെ കണ്ണിലേക്ക് ദീർഘമായി സൂക്ഷിച്ചു നോക്കുക എന്നത്. അങ്ങനെ ഒരാളുടെ കണ്ണിലേക്ക് നമ്മൾ ദീർഘമായി സൂക്ഷിച്ചു നോക്കുമ്പോൾ അദ്ദേഹത്തിന് അത് സംസാരിക്കാൻ കഴിയാത്ത രീതിയിൽ അദ്ദേഹം കൺഫ്യൂഷൻ ആകുകയും അങ്ങനെ ആ സംസാരം അവിടെ അവസാനിക്കുകയും ചെയ്യും. അതുകൊണ്ട് തുറിച്ചു നോട്ടമല്ല, വളരെ മനോഹരമായി ഒരു ചെറിയ പുഞ്ചിരിയോട് കൂടി അദ്ദേഹത്തിന്റെ കണ്ണിലേക്ക് ചിരിക്കുന്ന കണ്ണുകളിലൂടെ മനോഹരമായി നോക്കുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാകുമ്പോൾ ആ കോൺവെർസേഷൻ കൂടുതൽ നീണ്ടുപോകുകയും അവർ തമ്മിലുള്ള ബന്ധം ഒരു ആത്മബന്ധമായി മാറുകയും ചെയ്യും. ഈ വീഡിയോയിൽ അവസാനമായി നാം പറയുന്ന അഞ്ചാമത്തെ കാര്യം എന്നത് പേ അറ്റൻഷൻ ടു ബോഡി ലാംഗ്വേജ് ആണ്. ഒരു മനുഷ്യനോട് നാം സംസാരിക്കുമ്പോൾ, ഒരു വ്യക്തിയോട് നാം സംസാരിക്കുമ്പോൾ നാം നല്ലവണ്ണം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ബോഡി ലാംഗ്വേജിലാണ്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കി ഒരു പ്രത്യേക രീതിയിലാണ് നമ്മുടെ പോസ്ചർ എങ്കിൽ നാം ആ പറയുന്ന വിഷയത്തിൽ നാം കോൺഫിഡന്റ് അല്ല എന്ന് അദ്ദേഹത്തിന് തോന്നുകയും അതോടൊപ്പം അദ്ദേഹം പറയുന്ന വിഷയത്തിൽ നമുക്ക് ഗൗരവകരമായിട്ട് കാണാൻ കഴിയുന്നില്ല എന്ന ഒരു തോന്നൽ അദ്ദേഹത്തിൽ സൃഷ്ടിക്കപ്പെടുകയും ആ കോൺവെർസേഷൻ അവിടെ അവസാനിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മുടെ ബോഡി ലാംഗ്വേജിൽ, നമ്മുടെ ശാരീരിക ഭാഷയിൽ കൃത്യമായ ശ്രദ്ധ പുലർത്തുകയും വളരെ ഇഫക്റ്റീവായ കമ്മ്യൂണിക്കേഷനെ സഹായിക്കുന്ന രീതിയിലുള്ള ഒരു ശാരീരിക ഭാഷ നാം സ്വീകരിക്കുകയും ചെയ്യണം. കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജിയിൽ ഗവേഷണം നടത്തിയ ആൽബർട്ട് മെഹ്റബിൻ പറയുന്ന ഒരു ഫോർമുലയുണ്ട്, 55-38-7 എന്നത്. അദ്ദേഹം ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തി കണ്ടെത്തിയത് 7% മാത്രമാണ് നാം കമ്മ്യൂണിക്കേഷനിൽ ഉപയോഗിക്കുന്ന വൊക്കാബുലറിക്കും അതുപോലെ നാം ഉപയോഗിക്കുന്ന വാക്കുകൾക്കുമൊക്കെ സ്വാധീനമുള്ളത് എന്നാണ്. 38% സ്വാധീനം എന്നത് നാം ആ വാക്കുകളെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിനെ കുറിച്ചാണ്. വാക്കുകളുടെ ശൈലിയും അത് ഉപയോഗിക്കുന്ന ടോണുമാണ് 38% സ്വാധീനിക്കുന്നത് എന്നതാണ് അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തം. 85% എന്നത് നമ്മുടെ ബോഡി ലാംഗ്വേജ് ആണ്. നാം എങ്ങനെയാണ് കോൺവെർസേഷൻ നടത്തുമ്പോൾ, നാം എങ്ങനെയാണ് നമ്മുടെ പോസ്ചർ, എങ്ങനെയാണ് നമ്മുടെ ശാരീരിക ഭാഷ എന്നതിനെ ആശ്രയിച്ചിരിക്കും 55% നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവ് ആകുന്നത്. അതുകൊണ്ട് ഈ കമ്മ്യൂണിക്കേഷൻ മനോഹരമാക്കാൻ കഴിയുന്ന നമ്മുടെ ഉദ്ദേശ ലക്ഷ്യത്തിലേക്ക് മറ്റൊരാളെ സംസാരിച്ചു കൊണ്ടുവരാൻ കഴിയുന്ന, അതിനെ സഹായിക്കുന്ന ഈ 4 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നാം പകർത്തുകയാണ് എങ്കിൽ നമ്മുടെ ലീഡർഷിപ്പ് ക്വാളിറ്റിയും പേഴ്സണാലിറ്റി ഡെവലപ്മെന്റും എല്ലാം അത്ഭുതകരമായ രീതിയിൽ മാറ്റം വരുമെന്നാണ് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട ഒന്ന്.
ആളുമായി നാം സംസാരിക്കുമ്പോൾ അവരെ കൃത്യമായ ബഹുമാനത്തോടെ റെസ്പെക്റ്റോട് കൂടി അപ്രിഷിയേറ്റ് ചെയ്തുകൊണ്ട്, അവരെ അനുമോദിച്ചുകൊണ്ട്, അവരെ അഭിനന്ദിച്ചുകൊണ്ട്, അവരുടെ ഐഡിയകളെ അഭിനന്ദിച്ചുകൊണ്ട് നല്ല ഒരു ആക്റ്റീവായിട്ടുള്ള ഒരു കേൾവിക്കാരനായി അവർ പറയുന്ന കാര്യങ്ങളോട് ഇടയിൽ ഉപചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടും അവർ പറഞ്ഞ കാര്യത്തെ നാം ഗൗരവകരമായി എടുത്തിട്ടുണ്ട്, നമ്മൾ അതിന് ശ്രദ്ധിച്ചിട്ടുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി അവർ പറഞ്ഞ കാര്യങ്ങളെ മറ്റു വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ഉപചോദ്യങ്ങളിലൂടെയും അവരെ കൂടുതൽ സംസാരിക്കാൻ പ്രചോദിപ്പിച്ചുകൊണ്ടും കൃത്യമായ ഒരു ഐ കോണ്ടാക്ട് അവരുമായി സൂക്ഷിച്ചുകൊണ്ടും നമ്മുടെ ശാരീരിക ഭാഷയെ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് ഇഫക്റ്റീവായ കമ്മ്യൂണിക്കേഷന് സഹായിക്കുന്ന അവർ പറയുന്ന കാര്യങ്ങളെ നാം ശ്രദ്ധിക്കുന്നു, അവരെ ബഹുമാനിക്കുന്നു, അവരെ റെസ്പെക്ട് ചെയ്യുന്നു, സ്നേഹിക്കുന്നു എന്ന രീതിയിലുള്ള ഒരു ശാരീരിക ഭാഷ രൂപപ്പെടുത്തിക്കൊണ്ടാണ് നാം സംസാരിക്കുന്നത് എങ്കിൽ നാം എന്തു ലക്ഷ്യത്തിന് വേണ്ടിയാണോ ആ സംസാരം, ആ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത്, ആ ലക്ഷ്യത്തിലേക്ക് ആ ആളെ കൂടി കൂടെ കൂട്ടാൻ, ആ ലക്ഷ്യത്തിലേക്ക് അദ്ദേഹത്തെ കൂടി എത്തിക്കാൻ സാധിക്കും. അതിന് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.